ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും ഞാൻ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം 27-ന്റെ 5-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. 27-5. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. 27-ാം സങ്കീർത്തനത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിലുള്ള ഭയരഹിത ആശ്രയത്തിൻ്റെ ഒരു സങ്കീർത്തനമായിരുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. 5-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക പ്രിയ കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവസന്നിധി നമ്മൾ എല്ലാവരാലും അല്ലെങ്കിൽ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കുമെന്നാണ്. അപ്പം ദൈവവുമായുള്ള ബന്ധത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരുവന് ലഭിക്കുന്ന അനുഗ്രഹമായത്. അനർത്ഥ ദിവസത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ, ലോകത്തെല്ലാവരാലും കൈവിടപ്പെട്ടാലും തൻ്റെ കൂടാരത്തിൽ നമ്മളെ നമ്മളെ മറയ്ക്കുന്ന ദൈവം നമ്മളെ ഒളിപ്പിക്കുന്ന കാര്യം അവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും അവിടെ ഒരു കാര്യം പഠിപ്പിക്കുന്നത്, ഏറ്റവും വലിയ ആപത്തിലും ഏറ്റവും നല്ല സുരക്ഷിതത്വം ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അവിടെ ഒരു കാര്യം വ്യക്തമായി പരിശുദ്ധാത്മാവിൽ അവിടെ ഓർപ്പിക്കുന്നൊരു കാര്യം, രാജകീയ കൂടാരം മധ്യത്തിലും സേനാനായകന്മാരുടെ കൂടാരങ്ങൾ ചുറ്റും, അതിനു ചുറ്റും പടയാളികൾ കാവൽ നിൽക്കുന്നതുമായ ഒരു ചിത്രമാണ് സാദൃശ്യപരമായിട്ട് അവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. ഇപ്പം പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ കാലത്തെപ്പറ്റി പഠിക്കും. പഴയ കാലത്തും കൂടാരത്തിൻ്റെ ഉൾമുറിയിൽ മറ്റാരും കയറുവാൻ അനുവാദമില്ലായിരുന്നു. അവിടെ നമ്മെ ഒളിപ്പിച്ചാൽ ഒരു കാര്യം വ്യക്തമായി ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മൾ ഏത് ശത്രുവും നമ്മളെ ആക്രമിക്കാൻ ഇടവരാത്തവണ്ണം നമ്മളെ ഒളിപ്പിക്കാൻ ദൈവം ശക്തനാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നു, പാറമേൽ എന്നെ ഉയർത്തും. അജയ്യമായ പാറമേൽ, യുഗങ്ങളുടെ പാറമേൽ, ശത്രുക്കൾക്ക് മീതെ എന്നതിൻ്റെ അർത്ഥം. ദൈവം നമ്മെ നിർത്തിയിരിക്കുമ്പോൾ ദൈവവേദനയെ നമ്മുടെ നില എത്ര ഭദ്രമാണ്, സുഭദ്രമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിക്കുന്നു. ഇപ്പം ദൈവം ഏത് പ്രതികൂലത്തിലും നമ്മളെ ഒളിപ്പിക്കുവാനും നമ്മളെ സംരക്ഷിക്കുവാനും ദൈവം ശക്തനാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അല്ലെങ്കിൽ ദൈവം തന്നെ തൻ്റെ ഭക്തന്മാരെ മറയ്ക്കുകയും സൂക്ഷിക്കുകയും ഒളിപ്പിക്കുകയും ചെയ്തൊക്കെ ഒരുപാട് സംഭവങ്ങൾ വേദപുസ്തകത്തിൽ പഠിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ഇവിടുന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന ജോർദാന് കിഴക്കുള്ള കെരീത് അരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി പരിശുദ്ധാത്മ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന ഏലിയാവിൻ്റെ പ്രഖ്യാപനം കേട്ട ആഹാബ് രാജാവ് വിറച്ചുപോയി. അപ്പോൾ ഏലിയാവിനെ ഒരു വലിയ ദൗത്യത്തിന് പ്രാപ്തനാക്കുവാനും ആഹാബ് രാജാവിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാനും കെരീത് തോട്ടിങ്കൽ ഒളിച്ചു പാർക്കുവാൻ ദൈവം പറയുന്നു. അപ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവം ആവശ്യം അത് ആഹാബിനെ അല്ലെങ്കിൽ ഏലിയാവിന് താൽക്കാലികമായി തൻ്റെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു താൽക്കാലിക സംവിധാനമായിരുന്നു. അപ്പോൾ അവനത് അനുസരിക്കുന്നു. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ആകണം അവന് ഭക്ഷണം എത്തിക്കുവാൻ ദൈവം കാക്കയെ ചുമതലപ്പെടുത്തിയെന്നാണ് നമുക്ക് ഊഹിക്കാവുന്നത്. അപ്പോൾ അതൊരു അപൂർവ സംഭവം, കാക്ക അന്നദാതാവായി മാറുക എന്നുള്ളൊരു അപൂർവ സംഭവം. അതാ പറയുന്നത്, ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും അഗോചരമാണ്. തുടർന്ന് തോട് വറ്റുന്നത് ഏലിയാവ് കണ്ടു. തൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണിതെന്ന് ഏലിയാവ് മനസ്സിലാക്കി. അവൻ കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പോൾ ആഹാബ് രാജാവ് ഏലിയാവിനെ പിടിക്കാൻ അന്വേഷിക്കും എന്നതുകൊണ്ടാണ് താൻ ഒളിച്ചിരിക്കാൻ ദൈവം നിയോഗിച്ചത്. അപ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്, ഭാവിയിലെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി തൽക്കാലത്തേക്കുള്ള ഒരു ദൈവിക നിയോഗമായിരുന്നത്. തൻ്റെ ഭക്തന്മാരെ ഏത് നിലകളിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഏതെല്ലാം തരത്തിൽ താൽക്കാലികമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്നുള്ളതിന് ദൈവത്തിൻ്റെതായ പദ്ധതിയും പ്ലാനും ഉണ്ട്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ,
ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മധ്യത്തിൽ താൻ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യേ എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ തുറക്കുവാൻ, നമുക്ക് വേണ്ടി തുറക്കുവാൻ ദൈവം ശക്തനാണ്. അപ്പം ദൈവഹിതം നിറവേറ്റപ്പെടേണ്ടതിന് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ദൈവം അനുവദിക്കും. അവ മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് പ്രയാസമായിരിക്കും. അതാ പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് തൻ്റെ ഭക്തന്മാരെ എങ്ങനെയാണ് സൂക്ഷിച്ചുള്ളതിന് ഉദാഹരണമുണ്ട്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ലേവ്യ കുടുംബത്തിലൊരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവന് 3 മാസം ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വയ്ക്കാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവന് എന്ത് സംഭവിക്കുമെന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു എന്നാണ്. ഇപ്പോൾ ഒരു കാര്യം, ആ പൈതൽ ആരായിരുന്നുള്ളത് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശ എന്ന് പേരിട്ടു. അപ്പം മോശയെ ദൈവം എങ്ങനെ പരിപാലിച്ചുള്ളതിൻ്റെ മോശയുടെ ജനനവും മരണത്തിൽ നിന്നുള്ള വിടുതലും അവൻ്റെ യൗവന സംവത്സരങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കുന്നതിന് ദൈവത്തിൻ്റെ വഴിയൊരുക്കലിന് അനുസരിച്ചായിരുന്നു. മോശയെപ്പറ്റി ഇത് പഠിക്കുമ്പോൾ വേറെ ദൈവവചനത്തിൽ മോശയെപ്പറ്റി പഠിക്കുന്നത് 40 വർഷം വീതം ഉണ്ടായിരുന്ന 40 വർഷത്തിൻ്റെ കാലഘട്ടമാണ് മോശയുടെ ജീവിതം. ആദ്യത്തെ 40 വർഷം മിസ്രൈമ്യ കൊട്ടാരത്തിലും, പിന്നത്തെ 40 വർഷം മരുഭൂമിയിലും, പിന്നെ 40 വർഷം ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു. അപ്പം എങ്ങനെയെല്ലാം ആണ് ദൈവം ഒരു മോശയെ ഒരു ദൈവ പുരുഷനാക്കി അല്ലെങ്കിൽ ഒരു ദൈവ പൈതലാക്കി ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ടെന്നുള്ളതിന് വേണ്ടി ദൈവം പല രീതിയിൽ പല കാര്യങ്ങളിൽ കൂടി മോശയെ കടത്തിവിട്ടുകൊണ്ടിരുന്ന കാര്യം നമുക്കറിയാം. അപ്പം ദൈവം തൻ്റെ ഹിതാനുസരണം തക്കതായ മാർഗങ്ങളിൽ തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന വസ്തുത എല്ലാ ദൈവജനം അറിഞ്ഞിരിക്കേണ്ടതൊരു കാര്യമാണ്. ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ, ദൈവപൈതലായി ജീവിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കുവാനും പുലർത്തുവാനും ദൈവത്തിൻ്റേതായ വഴികളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. അപ്പം ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ മോശയായിരിക്കും എന്നൊരു സൂചന ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ലഭിച്ചിരിക്കാം. അപ്പം തങ്ങളുടെ പ്രശംസനീയമായ വിശ്വാസത്തിൻ്റെ കാൽവയ്പ്പാണ് ആ മാതാപിതാക്കൾ ചെയ്തത്. അപ്പം ദൈവത്തിൻ്റെ വഴികളുടെ നിവർത്തിക്കും പൂർത്തിക്കുമായിട്ട് കാലാകാലങ്ങളിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പം അത് നമ്മൾക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ, പുതിയ വഴികളെ തുറക്കുവാൻ, പുതിയ രീതിയിൽ നമ്മളെ സംരക്ഷിക്കുവാനൊക്കെ ദൈവം ശക്തനാണ്. അതിന് വ്യക്തികളെ, കാലഘട്ടങ്ങളെ, സാഹചര്യങ്ങളൊക്കെ ദൈവം മാറ്റി ദൈവത്തിന് അനുകൂലമാക്കിക്കൊണ്ടിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23 മുതൽ ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 23 മുതൽ അവൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു എന്നുണ്ട്. അപ്പം സ്നാപകയോഹന്നാൻ്റെ മാതാപിതാക്കളായിരുന്ന സക്കറിയാവിൻ്റെ എലിശബത്തിൻ്റെ ജീവിതത്തെപ്പറ്റി അവിടെ പറയുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിന് 5 മുതൽ വായിക്കുമ്പോൾ 5 മുതൽ 7 വരെ യഹൂദ്യ രാജാവ് ഹെരോദാവിൻ്റെ കാലത്ത് അബിയാകൂറിൽ സക്കറിയാവ് എന്ന പേരുള്ളൊരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്ന പേര്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിശബത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു. അതിൻ്റെ 11 മുതൽ വീണ്ടും വായിക്കുമ്പോൾ 13 വരെ വായിക്കുമ്പോൾ അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൽ വലതുഭാഗത്ത് നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷനായി. സക്കറിയാവ് അവനെ കണ്ടു ഭ്രമിച്ചു ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ അവൻ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അപ്പം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പം സക്കറിയാവിനെ പറ്റി എലിശബത്തിനെ പറ്റി പഠിക്കുമ്പോൾ അവർ വളരെയേറെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരെ നടക്കുന്നവരൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊന്നും തന്നെ അവർ അപ്പോൾ തന്നെ അവർ നിന്നയുടെ അനുഭവത്തിൽ കൂടി, മക്കളില്ല എന്നുള്ള നിന്നയുടെ അനുഭവത്തിൽ കൂടിയായി പോയിക്കൊണ്ടിരുന്നത്. രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാരണങ്ങൾ, മറ്റുള്ളവർ മുമ്പിൽ നിന്നയുടെ അനുഭവം, നിരാശയുടെ അനുഭവം, പ്രതികൂല
ഉപദ്രവത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവസന്നിധിയും ദൈവമുമ്പാകെ നിഷ്കളങ്കരായി അല്ലെങ്കിൽ ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിൻ്റെ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരെ നടക്കുന്നവരുമായിരുന്നു എന്ന് സക്കറിയാവിനെ പറ്റി എലിസബത്തിനെ പറ്റി പഠിച്ചുവെങ്കിൽ നമ്മൾ വായിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരായിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ നിന്നയും നിരാശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പിൽ ക്ഷീണിച്ചു പോകാത്തവരായി അവർ നടക്കാനിടയായി. 24, 25 നമ്മളിങ്ങനെ വായിക്കുന്നു. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുമെന്നതിൻ്റെ തെളിവ് പൂർണ്ണമാകുന്നത് വരെ അവൾ ഒളിച്ചു പാർത്തു. ഭാര്യ എലിസബത്ത്, നിൻ്റെ ഭാര്യ ഗർഭിണിയായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനിൽ നിന്ന് നിനക്കൊരു മകനെ പ്രസവിക്കും എന്നൊക്കെ കേട്ടപ്പോഴും കേൾക്കപ്പെട്ട ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവർത്തി മനുഷ്യരുടെ മുമ്പിൽ അടയാളമായി കാണുന്നത് വരെ താൻ ഗർഭിണിയാണെന്നും ദൈവം ഞങ്ങളുടെ കുടുംബത്തിനൊരു മകനെ തന്നിരിക്കുന്നു എന്നുള്ള ഉറച്ച പ്രഖ്യാപനം തെളിഞ്ഞു വരുന്നത് വരെയും ഒളിച്ചു പാർത്തു എന്നിവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ വന്ധ്യതയുടെ നിന്ന നീങ്ങിപ്പോയി. ദൈവമാണിത് സാധിച്ചതെന്ന് പറഞ്ഞ് അവൾ ദൈവത്തെ സ്തുതിക്കാനിടയുണ്ടായി. രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാളുകളായുള്ള നിന്ന നീക്കുവാൻ കർത്താവ് ശക്തനാണ്. ഈ ദിവസങ്ങളിൽ നാം കടന്നു പോകുന്ന തിരസ്കരണത്തിൻ്റെയും നിന്ദയുടെയും അവസ്ഥകൾ എന്തുമാകട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നൊരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 2 അതിൻ്റെ 13, 14, 15 വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടി പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. നമുക്കറിയാം, യേശുവിനെ പറ്റിയുള്ള ദൈവവചന ഭാഗം അല്ലെങ്കിൽ ശിശുവായിരുന്ന യേശുവിനെയും കൂട്ടി തൻ്റെ ഈ ലോകത്തിലെ മാതാപിതാക്കളായിരുന്ന തൻ്റെ ഈ ജോസഫും മറിയെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ ദൂതൻ്റെ വാക്കിൻ്റെ മുമ്പിൽ. ഇപ്പോൾ യേശുവിനെ ഒരു കാര്യം ഇവിടെ പഠിക്കുന്നത്, യേശുവിനെ കൊല്ലുന്നതിനുള്ള ഹെരോദാവിൻ്റെ ശ്രമവും ശിശുവിനെ സംരക്ഷിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ കരുതലും തൻ്റെ ജനത്തെ നടത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് പല സത്യങ്ങളും ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്, ദൈവം യോസഫിനെയും മറിയെയും അവരുടെ ശിശുവിനെയും അവരുടെ സഹകരണം കൂടാതെ അല്ല സംരക്ഷിച്ചത്. ദൈവം വഴി നടത്തുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ അനുസരണം ആവശ്യമാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ, അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ട അവനെ അന്വേഷിക്കാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇവിടുന്ന് മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്ക് അവിടെ പറയും. തിരിച്ച് അതിൻ്റെ 19 മുതൽ വായിക്കുമ്പോൾ മിസ്രൈമിൽ തിരിച്ച് നസറത്തിലേക്കുള്ള അല്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ള കാര്യം അവിടെ തന്നെ വായിക്കുന്നു. 19 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ ഹെരോദാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. അവരെഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു. ഇന്ന് രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ പഠിക്കാനുള്ളൊരു കാര്യം, ദൈവം യോസഫിനെയും മറിയെയും അവരുടെ ശിശുവിനെയും അവരുടെ സഹകരണം കൂടാതെ അല്ല സംരക്ഷിച്ചത്. ദൈവം തൻ്റെ ദൂതനിൽ കൂടി യോസഫിനോട് ഇടപെട്ടപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് അതേപടി അനുസരിച്ചത് കാരണം അത് അനുസരിക്കാൻ ഇടയായി എന്ന് നാം കേൾക്കാനിടയായി. അപ്പോൾ ഒരു കാര്യം അവിടെ ഉള്ളത്, സംരക്ഷണത്തിന് ദൈവം നമ്മെ വഴി നടത്തുമ്പോൾ അനുസരണം ആവശ്യമാണ്. ഇവിടെ സ്വദേശത്തിൽ നിന്ന് ഓടിപ്പോകാനാണ് ദൈവം ആവശ്യപ്പെട്ടത്. 14-ാമത്തെ വാക്യം, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. അപ്പം ദൈവഹിതം നിറവേറ്റപ്പെടേണ്ടതിന് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവം അനുവദിക്കും. അവ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. വാസ്തവത്തിൽ ക്രിസ്തു
മറ്റൊരു രാജ്യത്ത് അഭയാർത്ഥിയായും പരദേശിയുമാണ് ജീവിതം ആരംഭിച്ചത്. അതിൻ്റെ 15-ാമത്തെ വാക്യം, അങ്ങനെ ഹെരോദാവിൻ്റെ മരണത്തോളം അവനവിടെ പാർത്തു. മിസ്രൈം എന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകാൻ ഇടവന്നു എന്ന്. അപ്പം ദൈവം ഉടനെ ഹെരോദാവിനെ നശിപ്പിച്ചിട്ട് മിസ്രൈമിലേക്കുള്ള യേശുവിൻ്റെ ഓടിപ്പോക്ക് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ നമുക്ക് തോന്നാം. പക്ഷെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നൊരു കാര്യം, ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കപ്പെട്ടാലും അഭിമുഖീകരിക്കേണ്ട മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിശ്വസ്തരോടുള്ള ശത്രുവിൻ്റെ ആക്രമണം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതാണ് നമ്മൾ വായിക്കുന്നത് 1 പത്രോസ് 5 ലേഖനത്തിൽ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റും നടക്കുന്നു. അപ്പം വിശ്വസ്തരോടുള്ള ശത്രുവിൻ്റെ ആക്രമണം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിനാൽ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവിക പരിപാലനവും വിശ്വാസികൾക്ക് നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും ആവശ്യമാണ്. ആ ദൈവിക നടത്തിപ്പുകൾക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ കൂടി അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച ശ്രേഷ്ഠമായ ദൈവവചന ഭാഗത്തിനായി ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു. അനർത്ഥ ദിവസത്തിൽ അവിടുത്തെ കൂടാരത്തിൽ ഞങ്ങളെ ഒളിപ്പിക്കുന്ന അവിടുത്തെ കരുതലിനും സ്നേഹത്തിനുമായി ഞങ്ങൾ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ സംരക്ഷണത്തെ അനുസരണത്തോട് പ്രതികരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് യേശുവിൻ്റെ നാമത്തിലൂടെ വിടുതലയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.